2024 ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശം എന്ന ചിത്രം. സമീപകാലത്തെ ഏറ്റവും വലിയ ചർച്ചയായ മലയാള സിനിമകളിൽ ഒന്നായിരുന്നു ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം. ഇപ്പോഴിതാ ആവേശം ഒരുക്കിയ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ നായകനാകാൻ മോഹൻലാലും തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2026 വിഷു റിലീസായി ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗോകുലം മൂവീസാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്നാൽ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ ചിത്രത്തിന്റെ സൂചനകൾ എത്തിയത് മുതൽ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. എപ്പോഴായിരിക്കും ഷൂട്ടിംഗ് തുടങ്ങുക എന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായും കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ജിത്തു മാധവന്റെ മുൻ ചിത്രങ്ങളെ പോലെ ചിരിക്ക് പ്രാധാന്യം നൽകിയാണ് മോഹൻലാൽ ചിത്രവും എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സുഷിൻ ശ്യാമാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നതെന്നാണ് വിവരം. അതേസമയം വലിയ ഹൈപ്പോടെ തിയേറ്ററുകളിൽ എത്തിയ മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലെ ചിത്രം വൻ പരാജയമായിരുന്നു. എന്നാൽ മലൈക്കോട്ടെ വാലിബന് ശേഷം മോഹൻലാലിൻ്റെതായി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും. തരുൺ മൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിനൊപ്പം ശോഭനയും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. രജപുത്ര ഫിലിംസ് ആണ് മോഹൻലാൽ ചിത്രമായ തുടരും നിർമ്മിക്കുന്നത്. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ KR സുനിലിന്റെ കഥയ്ക്ക് സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര ആർട്ട് ഫെസ്റ്റിവലിൽ ഫോട്ടോഗ്രാഫിക് ഷോ അവതരിപ്പിച്ച KR സുനിൽ എഴുത്തുകാരൻ കൂടിയാണ്.